മുൻ BJP MP മാധ്യമ പ്രമുഖനുമായ സുഭാഷ് ചന്ദ്രയ്ക്ക് വൻ ഇളവ് നൽകി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ബാങ്കുകൾക്ക് നൽകാനുള്ള 22,000 കോടി രൂപയിൽ 6 കോടി മാത്രം നൽകിയാൽ മതി എന്നാണ് കമ്പനി നിയമ ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ത്യ ബുൾസ് നൽകിയ കേസിലാണ് ട്രിബ്യൂണലിന്റെ വിചിത്ര ഉത്തരവ് വരുന്നത്. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, വളരെ വിചിത്രമെന്ന് പറയേണ്ടതേയില്ല. എന്താണ് ഉത്തരവ് സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ബസന്ത്. പ്രതീക്ഷ, ഇത് ഇന്ത്യ ബുൾസ് നൽകിയ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ ഒരു വിചിത്രമായ ഉത്തരവ് വന്നിരിക്കുന്നത്. സുഭാഷ് ചന്ദ്ര എന്ന് പറയുന്ന മാധ്യമ പ്രമുഖൻ BJPയുടെ സഹായത്തോടെ BJP അംഗങ്ങളുടെ പിന്തുണയോടെ ഹരിയാനയിൽ നിന്നും രാജ്യസഭയിൽ എത്തിയ ആളാണ് സുഭാഷ് ചന്ദ്ര. സുഭാഷ് ചന്ദ്രയ്ക്കെതിരെ ഇന്ത്യ ബുൾസ് നൽകിയ ഒരു കേസുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് ഇപ്പോൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്ക്, ബാങ്കുകളടക്കം വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടത് 22,657 കോടി. ഇപ്പൊ റൗണ്ടാക്കി പറഞ്ഞാൽ 22,000 കോടി. 22,006 കോടി രൂപ. 22,006 കോടി 57 ലക്ഷം രൂപ. അപ്പോൾ ഇത്രയും വലിയൊരു ഭീമമായ തുക ലോൺ എടുക്കുന്നു. എന്നിട്ട് താൻ പാപ്പരായി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഈ കമ്പനി ലോ പ്രകാരമുള്ള ട്രിബ്യൂണലിന് മുമ്പിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നു. ആ ഹർജി ഫയൽ ചെയ്തതിന് ശേഷം ആ ട്രിബ്യൂണൽ ഒരു ഉത്തരവിറക്കുക. എന്ത്? ഒരു 6 കോടി 50 ലക്ഷം രൂപ തിരിച്ചടക്കാൻ. അതിൽ 6 കോടി 25 ലക്ഷം രൂപ ഈ പറയുന്ന ലോൺ നൽകിയവർക്കും 25 ലക്ഷം രൂപ ഈ കേസ് നടത്തിപ്പിൻ്റെ ചെലവിലേക്കുമായിട്ട് തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് ഈ ട്രിബ്യൂണൽ ഉത്തരവിടുകയാണ്. ആലോചിക്കണം, ഇത് സംഭവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. ഓരോ നിമിഷവും ലോണിൻ്റെ പേരിൽ കർഷകർ ജീവനൊടുക്കുന്നു, അല്ലെങ്കിൽ ലോണിൻ്റെ പേരിൽ വീട് ജപ്തി ചെയ്യപ്പെടുന്നു. ഇതൊക്കെ നടക്കുന്ന ഇന്ത്യയിൽ സാധാരണക്കാരൻ്റെതൊക്കെ ജപ്തിയാണ്. എന്നാൽ 22,000 കോടി രൂപ ലോൺ എടുത്തൊരു വ്യക്തി ഒരു പേപ്പർ നൽകുക, ഞാൻ പാപ്പരാണ്, തീർന്ന്. ആരാണ് ഈ സുഭാഷ് ചന്ദ്ര? നടക്കണം, ആലോചിക്കണം. നടക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്താണ്. ആരാണ് സുഭാഷ് ചന്ദ്ര? സുഭാഷ് ചന്ദ്ര എന്ന് പറയുന്നത് BJPയുടെ മുൻ MP, ഹരിയാനയിൽ നിന്നുള്ള MP. മാത്രമോ അല്ല, ഇന്ത്യയിലെ മാധ്യമ ഭീമൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ZTV, Z എൻ്റർടൈൻമെൻറ്റ്, Z ന്യൂസ് തുടങ്ങിയ ആ Z നെറ്റ്വർക്കിൻ്റെ തന്നെ സ്ഥാപകൻ ആയിട്ടുള്ള വ്യക്തി. അപ്പോൾ ഈ വ്യക്തിയെയാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു സംഭവം നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ട്രിബ്യൂണലിലെ 2 അംഗങ്ങളുണ്ടായിരുന്നു. ആ 2 അംഗങ്ങൾ തമ്മിൽ എതിരഭിപ്രായമുണ്ടായി. അങ്ങനെ 3ാമതൊരു അംഗത്തെ നിയമിച്ചു. ആ 3ാമതൊരു അംഗത്തെ നിയമിച്ചിട്ട് ആ അംഗം ഈ പറയുന്ന ആൾക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുത്തു. 2 പേരുണ്ടായെടുത്ത് 2 പേർക്ക് ഒരാൾ അനുകൂലിച്ചു, ഒരാൾ പ്രതികൂലിച്ചു. അവിടെ തർക്കം തീർക്കാൻ വേണ്ടി 3ാമതൊരാളെ നിയമിച്ചു. ആ 3ാമത്തെ വ്യക്തി ഈ വ്യക്തിയെ അനുകൂലിച്ചു. അപ്പോൾ അനുകൂലിക്കുന്ന ആളുകൾ 2 പേരും, എതിർക്കുന്ന ആൾ ഒരാളുമായി. അങ്ങനെയാണ് ഈ 6 കോടി അടച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം വരുന്നത്. അപ്പോൾ എന്തൊരു വിചിത്രം എന്നൊക്കെ പറയാൻ പറ്റൂല. സാധാരണക്കാരനെ ഇങ്ങനെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുക. പൊട്ടൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, കഴുതയാക്കിക്കൊണ്ടിരിക്കുക സാധാരണക്കാരെ. രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാരെ കഴുതകളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടി. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ നടപടി വന്നതിൽ പിന്നെ ഈ രാജ്യം വിട്ടുപോയ മുമ്പത്തെ വേറൊരു കോടീശ്വരനുണ്ട്. ആരാണ്? വിജയ് മല്യ. ആ വിജയ് മല്യയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്, അദ്ദേഹം ഈ പറയുന്ന തൻ്റെ സുഹൃത്തിനെ താൻ അഭിനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. താൻ കേട്ട വാർത്ത സത്യമാണെങ്കിൽ തൻ്റെ സുഹൃത്തിനെ താൻ അഭിനന്ദിക്കുന്നു. ആ അഭിനന്ദനം അറിയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 6,203 കോടി രൂപയായിരുന്നു താൻ കടമെടുത്തത്. താൻ കടമെടുത്തു എന്നും അവിടെ നടന്നിട്ടില്ല. കടമെടുത്തത് കിങ് ഫിഷർ എയർലൈൻസ് ആണ്. താൻ അതിൻ്റെ ജാമ്യക്കാരൻ മാത്രമായിരുന്നു. മാത്രവുമല്ല, ഈ 6,203 കോടി രൂപക്ക് വേണ്ടിയിട്ട് തൻ്റെ 14,100 കോടി രൂപയുടെ സ്ഥാപനങ്ങളും ആസ്തിയുമാണ് ED കണ്ടുകെട്ടിയത്. അപ്പോൾ താൻ 6,203 കോടി രൂപ
കടമെടുത്തു. അതിന് പകരമായിട്ട് 14,100 കോടി രൂപയുടെ സ്ഥാപന ആസ്തികൾ കണ്ടുകെട്ടുകയും ചെയ്തു. അപ്പോൾ തനിക്ക് അടക്കേണ്ടി വന്നത് 14,100 കോടി രൂപയാണ് എന്നാണ് വിജയ് മല്യ പറയുന്നത്. എന്നാൽ 22,006 കോടി രൂപ എടുത്ത വ്യക്തിക്ക് ആകെ തിരിച്ചടക്കേണ്ടത് 6,50,00,000 രൂപ മാത്രമാണ് എന്നുള്ള പരിഹാസമാണ് വിജയ് മല്യ നടത്തുന്നത്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലാണ് സംഭവിക്കുന്നത്. രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രാജ്യത്തെ ഭരണകൂടത്തിന് അനുസരിച്ച് രാജ്യത്തെ സിസ്റ്റവും ഭരണകൂടം എന്താണോ പറയുന്നത് അത് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഞാൻ പറയുന്നത് ഇത് വലിയ സീരിയസ് ആയ ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിങ്ങളൊന്നെടുത്ത് നോക്ക്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതുമായ ജപ്തികൾ നടന്നുകൊണ്ടിരിക്കുക. സാധാരണക്കാരൻ്റെ ലോണിന് പുറത്ത് എത്രയാ ലോൺ ഉണ്ടാകുക? ആകെ 4, 5, 6, 10 ലക്ഷം രൂപ. ഇനി ഏറി വന്നാൽ 1 കോടി രൂപ ഉണ്ടാവും. അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പം അതിൽ താഴെ വരുന്ന ലോണുകളുടെ പേരിൽ ഈ പറയുന്ന സാധാരണക്കാരൻ ഒരു ഗതിയുമില്ലാതെ അടക്കാൻ ഒരു വഴിയുമില്ലാതെ വഴിമുട്ടിയ ആളുകൾ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്നാണെന്ന് ഞാൻ തോന്നുന്നു, ഒരു തിരുവോണ ദിവസത്തിൽ ഒരു തനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീ 5 ലക്ഷം രൂപ ലോൺ എടുത്തു. അതിൽ 4 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചു. ഇനി പലിശ അടക്കം ഇനി വീണ്ടും ഒരു 4 ലക്ഷം രൂപ ബാക്കിയുണ്ട്. അതിൻ്റെ പേരിൽ ഈ പറയുന്ന ഫിനാൻസ് നൽകിയ സ്ഥാപനം ആ വീട് ജപ്തി ചെയ്ത വാർത്ത ഏറ്റവും ഒടുവിൽ തിരുവോണത്തിന്, അതായത് ഉത്രാട ദിനത്തിന് തലേ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്, വന്ന വാർത്തയാ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതുമായ മാധ്യമങ്ങളിൽ വരുന്നതും വരാത്തതുമായ ജപ്തികളും ആത്മഹത്യകളും കടബാധ്യതയുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 22,000 കോടി രൂപ ലോൺ എടുത്ത വ്യക്തി പറയുകയാണ് ഞാൻ പാപ്പരായി. അത് പറയുന്നു അയാളുടെ 22,000 മൈനസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ വ്യക്തിയോട് തിരിച്ചടക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി എടുത്തിരിക്കുന്ന ലോണിൻ്റെ 0.03% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 99.97% ആ മനുഷ്യന് തള്ളിയിരിക്കുക ആ ലോണ്. ആലോചിച്ച് നോക്കണോ? ഇത്രയും വലിയ തുകകൾ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് തള്ളിക്കൊടുക്കുന്നത്? ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന അദാനിക്ക് അത് അസമിലാണോ ഉത്തരാഖണ്ഡിലാണോ രണ്ടിലൊരു സംസ്ഥാനത്താണ് 1000 ഏക്കർ ഭൂമി വെറും 1 ഏക്കറിന് 1 രൂപ നിരക്കിൽ സർക്കാർ പതിച്ചു നൽകിയത്. 1 ഏക്കറിന് 1 രൂപ കണക്കിൽ അദാനിക്ക് പതിച്ചു നൽകിയത്. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ രാജ്യത്തെ ഭരണകൂടം തയ്യാറാണ്. ആലോചിക്കണം. അവർക്ക് അനുകൂലമായി നിന്നാൽ മാത്രം മതി. ഇപ്പോൾ ഈ വ്യക്തി സുഭാഷ് ചന്ദ്ര എന്ന് പറയുന്ന വ്യക്തി BJPയുടെ മുൻ MP ആണ്. അതിനേക്കാളൊക്കെ ഉപരി BJP നോട്ടമിടുന്നത് അയാളുടെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ആയുധമാണ്. ഏതാണ്? മീഡിയ. അപ്പോൾ ആ മീഡിയ തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് 22,000 കോടി രൂപയാണ് ഒറ്റയടിക്ക് മനുഷ്യന് ലാഭിക്കാൻ സാധിച്ചത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 22,000 കോടി രൂപ. അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ ഒരു എന്താ പറയേണ്ടത്, ഒരു ഉപകാരം ചെയ്തു. ആ ഉപകാരത്തിന് പ്രതിഫലമായിട്ട് ഭരണാധികാരികൾ പലതും തിരിച്ചാഗ്രഹിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അവർക്ക് വേണ്ടി കുഴലൂതുന്ന കുഴലൂത്തുകാരായി മാറണം ഇവർ, ഈ മീഡിയ. ഓഫ് കോഴ്സ് അത് രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത, നട്ടലില്ലാത്ത ഒരു വിഭാഗമായിട്ട് രാജ്യത്തെ മാധ്യമങ്ങൾ മാറുന്ന കാഴ്ച നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ശക്തി, ആ കുഴലൂത്തിൻ്റെ
ഒരു ശക്തി, ആ മാസ്മരികത അത് ഒന്നുകൂടി വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ്. ജി ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവർ അതിൻ്റെ ആ ഒരു ശക്തി, അത് പൂർവാധികം ശക്തിയോടെ അവരത് തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.